അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിക്കരയിൽ ഉടൻ തന്നെ എത്തും എന്നും വ്യക്തമാകുന്നു. ഇപ്പോൾ പൂളാടിക്കുന്നിൽ നിന്നും റമീസ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റമീസ്, പൂളാടിക്കുന്നിലാണ് ഉള്ളത്. അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രിയ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അല്ലെങ്കിൽ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതൊരു കേരളത്തിൻ്റെ മൊത്തമായ ഒരു കാത്തിരിപ്പായി മാറുകയായിരുന്നു. ആ കാത്തിരിപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അർജുനായുള്ള ഈ ഒരു വിലാപയാത്രയിലുടനീളം നമ്മൾ കാണുന്നത്. അതായത് കേരളത്തിൻ്റെ അതിർത്തി മുതൽ തലപ്പാടി മുതൽ ഈ ഒരു വിലാപയാത്രയിൽ പലരും പങ്കുചേർന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ആ ഒരു പങ്കുചേരൽ ഇപ്പോൾ ഇതാ കോഴിക്കോട് അതിർത്തിയിലേക്ക് മൃതദേഹം എത്തിയതിന് ശേഷം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിരവധി ആളുകളാണ് ഈ പൂളാടിക്കുന്നിലേക്ക് എത്തുന്നത്. പൂളാടിക്കുന്നിൽ നിന്നാണ് ഔദ്യോഗികമായി വിലാപയാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ലോറി ഡ്രൈവർമാരും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് വിലാപയാത്ര ആരംഭിക്കും. തുടർന്ന് നേരെ കണ്ണാടിക്കലിൽ നിന്ന് നേരെ വീട്ടിലേക്കുമാണ് എത്തുക. നേരത്തെ കോഴിക്കോട് അതിർത്തിയിൽ വെച്ച സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി AK ശശീന്ദ്രനും MLA-മാരായ KK രമ, അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. ആ മൃതദേഹം ഉടൻ തന്നെ ഈ ഒരു പൂളാടിക്കുന്നിലേക്ക് എത്തും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരാൾക്കൂട്ടം തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അർജുനായി കേരളം കാത്തിരുന്നു. ഒരൊറ്റ മനസ്സോടുകൂടി സമാനതകളില്ലാത്ത ഒരു കാത്തിരിപ്പായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലായിരുന്നു അർജുന് വേണ്ടി നടത്തിയിരുന്നത്. അത് കേവലം ഒരു കുടുംബത്തിൻ്റേത്, കണ്ണാടിക്കലെ ഒരു ചെറിയൊരു കുടുംബത്തിൻ്റേത് മാത്രമല്ല, ഗ്രാമത്തിൻ്റേത് മാത്രമല്ല, അതൊരു സംസ്ഥാനത്തിൻ്റെ ഒട്ടാകെ ആയിരുന്നു. ആ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയും കാത്തിരിപ്പുമായിരുന്നു. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സംഭവം നടക്കുന്നത് ജൂലൈ 16-നായിരുന്നു. NH 66 ശിരൂരിൽ വെച്ച് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഈ അപകടം നടന്ന് പിന്നീട് 20-ാം തീയതിയാണ് വാർത്ത മാധ്യമങ്ങളിലൂടെ ലോകം അറിയുന്നത്. ഇത്തരത്തിലൊരു അപകടം നടന്നു എന്നും കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിലായിട്ടുണ്ടായിരുന്നു എന്നും ഇദ്ദേഹത്തിൻ്റെ ഫോൺ റിന്യൂ ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെയും തന്നെ പിന്നീട് അങ്ങോട്ട് ഒരു സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ മറ്റ് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു. ആ ഇടപെടലിൻ്റെ ഏറ്റവും ഒരു വലിയൊരു ഭാഗമായിരുന്നു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും സ്വപ്നം കാണാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രാർത്ഥന ഇടപെടൽ, മറ്റ് ജാതിമത ഭേദമന്യേ പല പ്രാർത്ഥനാ വേദികളിൽ അർജുനായുള്ള പ്രാർത്ഥന, ഇതൊക്കെയും തന്നെ ഒരു വശത്ത് നടക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെ തലത്തിലുള്ള നടപടികൾ, ഇടപെടലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത്തരത്തിൽ ഒരേ രീതിയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അലംഭാവം വരുന്നു. ഒരു ഭാഗത്ത് ഈ ഒരു തിരച്ചിലിന് ഒരു ചെറിയ മന്ദഗതി സംഭവിക്കുന്നു. അവിടെയും കൃത്യമായി ഇടപെടൽ നടത്തുന്നു. മന്ത്രിമാർ അവിടെ എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു തിരച്ചിലിന് നേതൃത്വം നൽകുന്നു. മാധ്യമങ്ങളൊക്കെയും തന്നെ മറ്റ് വാർത്തകളൊക്കെയും തന്നെ മാറ്റിവെച്ചുകൊണ്ട് എവിടെ അർജുൻ, എന്ത് പറ്റി അർജുന് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു ചോദ്യം എത്രത്തോളം ഈ ഒരു തിരച്ചിലിൻ്റെ ഭാഗമായി എന്നുള്ളത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് പരിചിതമായിരുന്നു. അവിടെ ഉള്ളവരൊക്കെയും തന്നെ ചോദിച്ചതും അതായിരുന്നു, ആരാണ് ഇത്തരത്തിൽ കാണാതെ പോയത്, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ, ആ മേഖല ആകെയും തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് രാജ്യത്തിലെ തന്നെ വിവിധ നൂതന സാങ്കേതിക വിദ്യകളൊക്കെയും തന്നെ ആ മേഖലയിൽ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തിരച്ചിൽ നടത്താൻ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഒരൊറ്റ ഉത്തരം മലയാളിയായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. അത്തരത്തിൽ എല്ലാവരും ചേർന്ന് കേരളത്തിൻ്റെ സ്വന്തം മകനായി, ഒരു കൂടപ്പിറപ്പായി അർജുനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കാത്തിരിപ്പ്. 72 ദിവസങ്ങൾ കഴിയുന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അസാധ്യമെങ്കിലും നമ്മൾ ചോദിച്ചു കൊണ്ടിരുന്നു, അർജുൻ എവിടെ, എന്തു പറ്റി എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം 72 ദിവസങ്ങൾക്കിപ്പുറം ലഭിച്ചു. ക്യാബിനിൽ അർജുൻ്റെ മൃതദേഹം ലഭിച്ചു. പിന്നീട് തുടർന്ന് DNA ഫലം വന്ന് അർജുനാണെന്ന് ഉറപ്പിച്ചു.
പിന്നീട് മൃതദേഹം ഇവിടെ എത്തിക്കുന്നതിനുള്ള തിരക്കുകളും നടപടികളും അതും കൃത്യമായി പൂർത്തീകരിച്ചു. ഈ ഒരു വേളയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ആ കേരളത്തിൻ്റെ എങ്ങനെ ഒരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കേരളം അവരുടെ സ്നേഹ വായ്പകൾ മാറ്റിവെക്കുന്നു, ഒരു മുതലാളി തൊഴിലാളിക്ക് വേണ്ടി എത്രത്തോളം സ്നേഹം മാറ്റിവെക്കുന്നു. ഇതൊക്കെയും തന്നെ ഈ ഒരു കാലയളവിൽ നമ്മൾ കണ്ടതാണ്. ആ കാലയളവൊക്കെ തന്നെ പൂർത്തിയാക്കി അർജുൻ തൻ്റെ വീട്ടിലേക്കുള്ള അവസാന യാത്രയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പകാലം മുതൽ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജോലിയിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്കും തന്നെ വന്നെത്തിക്കൊണ്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ